നമ്മൾ ബീഫ് കഴിക്കുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ടും നമ്മളൊരു ഉരുവിൻ്റെ അല്ലെങ്കിൽ ഒരു മൂരിയുടെ അല്ലെങ്കിൽ ഒരു പോത്തിൻ്റെ അതിൻ്റെ ഓരോ ഭാഗത്തുള്ള ഇറച്ചിയെക്കുറിച്ചും അതിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ചും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ടും ഒരു മൂരിയുടെ അല്ലെങ്കിൽ ഒരു ഉരുവിൻ്റെ അല്ലെങ്കിൽ ഒരു മൃഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പശുവിൻ്റെ അല്ലെങ്കിൽ പോത്തിൻ്റെ അതിൻ്റെ മാംസം പ്രധാനമായിട്ടും 18 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. അതിൻ്റെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. ഈ വെണ്ണഞ്ചിൻ്റെ നേരെ താഴെ കാണുന്ന ഈ ഇറച്ചി ഭാഗം, ഇതാണ് ആ ഇറച്ചി. ഇത് സ്വാഭാവികമായിട്ടും നല്ല ടേസ്റ്റുള്ളതും നിയമയം കൂടിയതുമാണ്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഈ വെണ്ണഞ്ചിന്റെ നേരെ മുകളിലെ മുതുകുംകൂടിന്റെ ഭാഗത്ത് വരുന്ന ഈ ഭാഗത്തെ ഇറച്ചിയാണ് വരുന്നത്. ഇത് നല്ല ടേസ്റ്റുള്ള ഇറച്ചിയാണ്, മോർബിഡാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇറച്ചിയാണ്. മൂന്നാമത്തെ ഭാഗം ഇതാണ് വരുന്നത്. താലിയ റിയാല എന്ന് പറയുന്നത് ഈ ഭാഗമാണ് വരുന്നത്. 3ഉം 7ഉം ഇത് വാരിലിനോട് ചേർന്ന ഈ കൈക്കുറവിന്റെ ഈ ഭാഗത്ത് നെഞ്ചുകൂട്ടിനോട് ചേർന്ന് വരുന്ന അധികം കട്ടിയില്ലാത്ത മാംസമാണ്. ഇതും നല്ല മോർബിഡമായിട്ടുള്ളതും നല്ല എന്താ പറയുക, കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉള്ളതുമായിട്ടുള്ള ബീഫാണ് ഈ ഭാഗത്ത് വരുന്നത്. പിന്നെ ഈ നാലാമത്തെ നാലാമത്തെ ഈ ഭാഗത്താണ് വരുന്നത്. ഇത് സ്വാഭാവികമായിട്ടും ഇച്ചിരി ഞരമ്പോട് കൂടിയിട്ടുള്ള, അതായത് ഇവിടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ഓസോ ബൂക്കി എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് എന്താ പറയുക, ഉരുളക്കിഴങ്ങും സബോളയിലായിട്ട് തിളപ്പിച്ചിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കറി വെക്കാൻ കുഴപ്പമില്ല. ഇവിടെ ഇച്ചിരി ഞരമ്പ് കൂടുതലുള്ള ഇതായിരിക്കും, ഒന്നും കുഴപ്പമില്ല ഇവിടുത്തെ ഇറച്ചി. അഞ്ചാമത് വരുന്നത് കൊപ്പേർത്ത കപ്പേല്ലോ ദെൽ പാർത്തെ ഈ ഭാഗമാണ് വരുന്നത്. അഞ്ചാമത് വരുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്താണ്. ഇത് കൈക്കുറകിന്റെ കൈപ്പലയോട് ചേർന്ന് വരുന്ന ഭാഗത്തെ ഇറച്ചിയാണ്. ഇതും അത്യാവശ്യം സോഫ്റ്റുമാണ്, കറി വെച്ചാൽ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഈ ഭാഗത്തും അത് തന്നെയാണ്. പിന്നെ വരുന്നത് ഈ ആറാമത്തെ ഈ ഭാഗമാണ് വരുന്നത്. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഞരമ്പാണ്, നമ്മളിവിടെ കുതിഞ്ഞരമ്പ് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഞരമ്പ് ഭാഗം, ഇച്ചിരി ഉറപ്പുള്ള ഇറച്ചിയാണ് വരുന്നത്. ഈ ഭാഗത്ത് വരുന്ന ഇറച്ചി അത്ര തന്നെ നല്ലതെന്ന് കുഴപ്പമില്ല, ഇച്ചിരി ഞരമ്പോട് കൂടിയ ഇറച്ചിയാണ് ഇവിടെ വരുന്നത്. പിന്നെ വരുന്നത് പറയുകയാണെന്നുണ്ടെങ്കിൽ എട്ടാമത്തെ പോൾപ്പസ് പാല ഇവിടെയാണ് വരുന്നത്. കൈയുടെ മുകളിലത്തെ ഈ ഇറച്ചി ഇപ്പം കാൽക്കുറകിനെ അപേക്ഷിച്ച് ഇച്ചിരി കട്ടി കുറവാണെങ്കിലും ഇത് നല്ല ടേസ്റ്റാണ്. ഇവിടുത്തെ ഇറച്ചിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പതാമത്തെ ഇത് ശരിക്കും പറയുന്നത് പഞ്ചായത്താണ്. നമ്മുടെ നാട്ടിൽ പറയുന്ന വയറ്റുപാട എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഇറച്ചിയാണ്. വയറ്റുപാട എന്നൊക്കെ വേണേൽ പറയാം. അധികം കട്ടിയൊന്നും ഇല്ലാത്ത ഇറച്ചിയാണ് ഇവിടെ വരുന്നത്. പിന്നെ വരുന്നത് ഇവിടെ വരുന്നത് ഇത് വാന്തർച്ചി എന്ന് പറയുന്ന ആ ഭാഗത്തോട് കൂടിയിട്ട് വരുന്നതാണ്. നടുവ് പുറത്തെ ഈ ഇറച്ചിയും കാര്യങ്ങളാണ് വരുന്നത്. ഈ ഭാഗത്തുള്ള ഇത് വാരിയലിനോട് മൂടി നിൽക്കുന്ന ഇതൊക്കെയാണ്. ഈ ഭാഗത്തൊക്കെ ഉള്ളതൊക്കെ നല്ല എന്താ പറയുക, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും ഈ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നല്ല ബെസ്റ്റാണ് ഇവിടുത്തെ ഈ ഇറച്ചിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതിൽ ഏറ്റവും ബെസ്റ്റാണ് ഈ 12ാമത്തെ ഇറച്ചി. അതുപോലെ തന്നെ ഈ 11ാമത്തേത് ഈ ഭാഗം ഇതും ഗ്രില്ല് ചെയ്യാനായിട്ട് ബെസ്റ്റാണ്. ഇവിടുത്തെ നല്ല മോർബിഡാണ്, നല്ല മോർബിഡ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റാണ്, ഗ്രില്ല് ചെയ്യാനായിട്ട് ബെസ്റ്റ് ഇറച്ചിയാണിത്. പിന്നെ നമുക്ക് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഈ ഭാഗമാണ് ഫിലേത്തോ. ഇതും ഫിലേത്തോയും ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയാണ്. ഈ ഫിലേത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. അതാണ് ഇങ്ങനെ ഈ ഡോട്ടിട്ട് കാണിച്ചിരിക്കുന്നത്. ഉള്ളിൽ വരുന്ന അഹവാന്ത് എന്നൊക്കെ മലയാളത്തിൽ പറയും. ആ ഇറച്ചിയാണ് ഏറ്റവും നല്ല ഇറച്ചിയാണത്, ഫിലേത്തോ എന്ന് പറയുന്നത്. പിന്നെ പറയാനുള്ളത് സ്കമ്മോണെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അതായത് ഈ കാലിൻ്റെ ഇതും എണിക്കൂടില്ലേ, എണിക്കൂടിൻ്റെ അവിടെ വരുന്ന ഈ ഒരു ഇറച്ചിയാണ്. കാലിൻ്റെ എണിക്കിൻ്റെ നേരെ മുകൾ വശത്തായിട്ട് വരുന്ന ഈ ഇറച്ചിയാണ്. ഇതും നല്ല ടേസ്റ്റുള്ളതും നല്ല ഉറപ്പുള്ളതും തുണ്ടനായിട്ട് കിട്ടുന്നതൊക്കെ ടൈപ്പായിട്ടുള്ള ഇറച്ചിയാണ് ഇവിടെ വരുന്നത്. പിന്നെ വരുന്നത് സോത്തോപേസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് ഈ ഒരു സ്ഥലത്തെ ഇറച്ചിയാണ്. ഈ 14ാമെന്ന് എഴുതിയിരിക്കുന്ന ഈ ഇറച്ചിയാണ്. ഇതും ഇറച്ചി നല്ല ഉറപ്പുള്ളതാണ്. നല്ല ഉറപ്പെന്ന് പറഞ്ഞാൽ തുണ്ടനെന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ വരുന്ന ഭാഗത്തെ ഇറച്ചിയാണ് ഇതുള്ളത്. പിന്നെ പറയുന്നത് പിന്നെ ഈ ഭാഗം വരുന്ന ഇറച്ചി, അതായത് ഇതിൻ്റെ ഈ കാലിൻ്റെ മുൻവശത്തെ ഭാഗവും വയറിൻ്റെ ആ ഭാഗവും കൂടി വരുന്ന ഇവിടുത്തെ ഇറച്ചി.
ഇതും അത്യാവശ്യം ഉറപ്പുള്ളതാണ്. അതുപോലെ തന്നെ ഈ മുന്നിലത്തേനെ അപേക്ഷിച്ച് ടേസ്റ്റ് അല്പം കുറവായിരിക്കും, എന്നാലും നല്ല ആ രീതിയിൽ കറി വെക്കാനൊക്കെ ആയിട്ട് ബെസ്റ്റാണ്, നല്ലതായിട്ടുള്ളതാണ്. പിന്നെയുള്ളതാണ് പേസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും അതിൻ്റെ കുറകിൻ്റെ ഉള്ളിൽ വരുന്ന ആ ഇറച്ചിയാണ് ഇത് പേസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടുന്ന് അതിൻ്റെ ഇതിൻ്റെയൊക്കെ ഒരു ഗുണങ്ങളുണ്ട്. ഇതൊക്കെ കറി വെക്കാനായിട്ട് നല്ല ഇറച്ചിയാണ് കേട്ടോ കറി വെക്കാൻ. അതേ സമയത്ത് ഇത് കറി വെക്കാനായിട്ട് ഇത് നല്ലതാകുമ്പം 10ഉം 11ഉം ഇതൊക്കെ ഗ്രില്ല് ചെയ്യാനായിട്ട്, ഈ 10ഉം 11ഉം ഇതൊക്കെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ബെസ്റ്റായിട്ടുള്ള ഇറച്ചികളാണ്. പിന്നെ ഉള്ളത് 11 ജിറേല്ലോ എന്ന് പറയുന്നതാണ് ഈ ബേക്കിലെ ഇത് വരുന്നത്. ഇത് ശരിക്കും നല്ല കട്ടിയുള്ള നല്ല ഇറച്ചിയാണ്. നെയ്യൊക്കെ അല്പം കുറവായിരിക്കും, പക്ഷേ നല്ല കട്ടിയായിട്ട് കിടക്കുന്ന നല്ല തുണ്ടൻ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഇറച്ചിയാണ് ഇവിടെ വരുന്നത്. ശരിക്കും കാൽക്കുറകിൻ്റെ ശരിക്കുമായിട്ടുള്ള ഇറച്ചിയാണ് വരിക. പിന്നെ 18ാമത്തത് ഇത് പൂന്ത കൊതോണ എന്ന് പറയുന്നതാണ് ഇവിടെ വരുന്നത്. ഈ ഒരു കാണുന്നത് ഈ ട്രിയാങ്കിൾ ടൈപ്പ് വരുന്നത് ഈ ഇറച്ചിക്കും അതിൻ്റെ നല്ല ഗുണമുള്ള ഇറച്ചി തന്നെയാണ്, നല്ല കട്ടിയുള്ള ഇറച്ചിയാണ്. ഇതെല്ലാം ഇത് അല്പം മോർബിഡായിരിക്കും, ഇതിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി സോഫ്റ്റ്നെസ് കൂടുതലുള്ളതായിരിക്കും. ഇങ്ങനെ 18. അങ്ങനെ ഒരു മൃഗത്തിൻ്റെ അല്ല ഒരു പോത്തിൻ്റെ ബീഫ് എല്ലാ ഭാഗത്തെയും ഒരുപോലെയല്ല, എല്ലാ ഭാഗത്തെയും ഒരേപോലെ ടേസ്റ്റുമല്ല, അതിനെല്ലാം വ്യത്യസ്തമായ രീതിയാണ്. ഇപ്പം ഇതൊക്കെ പറഞ്ഞ വയറ്റുപാട, ഈ 9ാമത്തെ വയറ്റുപാട എന്ന് പറയുന്നത് അധികം കട്ടിയില്ലാത്ത ഇറച്ചിയാണ്, പക്ഷേ ഇതിന് ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഈ മുൻവശത്തുള്ള ഈ ഇറച്ചിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷേ എല്ലാം ഒരുപോലെയല്ല. നല്ല ഉറപ്പുള്ള ഇറച്ചി എപ്പോഴും ഈ ഭാഗം വരുന്ന ഇറച്ചിക്കായിരിക്കും ഉറപ്പ് കൂടുതലുള്ളത്. ഇത് ഈ ഭാഗത്ത് വരുന്നതിന് അത്ര തന്നെ ഉറപ്പുണ്ടാവില്ല. ഇതാണ് വാന്തെന്ന് പറയുന്നത്. ഇങ്ങനെ ഈ വരുന്ന ഭാഗത്താണ് വാന്തെന്നുള്ളത്. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മൾ. ഇതിപ്പം നമ്മളെല്ലാവരും ഇറച്ചി കഴിക്കുന്നു എന്നല്ലാതെ എവിടുത്തെ ഇറച്ചി എങ്ങനത്തെ ഇറച്ചി നമുക്കറിയില്ലല്ലോ. ശരിക്കും ഇങ്ങനെയാണ് ഒരു ഉരുവിനെ ഇവിടെ യൂറോപ്പിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇറച്ചിയാക്കി കഴിഞ്ഞാൽ അതിനെ പ്രധാനപ്പെട്ട ഓരോരോ ഭാഗങ്ങളാക്കിയിട്ട് അതിനെ ഇങ്ങനെയാണ് അവർ ഡിവൈഡ് ചെയ്യുന്നത്. 18 ഭാഗങ്ങളായിട്ട് തിരിക്കും. ഇതിനെല്ലാം ഒരേ വിലയല്ല. കേരളത്തിൽ ഇതിനെല്ലാം ഈ ഇറച്ചിക്ക് എവിടെ നിന്ന് എടുത്താലും ഒരേ വിലയാണെങ്കിൽ ഇവിടെ അങ്ങനെ ഒരേ വിലയല്ല. ചില സ്ഥലത്തിന് കൂടുതലും ചില സ്ഥലത്തെ കുറവും ഒക്കെ ആയിട്ടായിരിക്കും വില ഉണ്ടാവുക. ഈ 12ാമത്തേനെല്ലാം നല്ല വിലയാണ്. അതാണ് ഇവിടെ. ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം നമ്മൾ, ഈ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ ബീഫ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകും. പക്ഷേ ഇതറിയണം, അല്ലാതെ നമ്മൾ ബീഫ് മേടിച്ചു കഴിച്ചു, ആ ബീഫ് നല്ലതായിരുന്നു ഈ ബീഫ് നല്ലതല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഓരോ ബീഫിനും ഓരോരോ ഉപയോഗങ്ങളുണ്ട്. എല്ലാ ബീഫും നാട്ടിൽ കറി വെക്കാൻ മാത്രമാണെങ്കിൽ എല്ലാ ബീഫും കറി വെക്കാൻ മാത്രമല്ല ഉപയോഗിക്കുന്നത്. അത് പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പല ഭാഗത്തു നിന്നുള്ള ഇറച്ചി പലതായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ കേട്ടതിൽ ഇത്രയും നേരം കേട്ടിരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ്. ഇനി ഇതുപോലെ അടുത്ത വീഡിയോയിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് വരാം. ഓക്കെ, ബൈ.